ഒരുപാട് നല്ല സിനിമകൾ റിലീസായ ഒരു വർഷമാണ് 2025. ഈ 2025 റിലീസായിട്ടുള്ള 3 ബെസ്റ്റ് സിനിമകൾ നമുക്ക് നോക്കാം. ഈ 3 സിനിമകൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമകളാണ്. 2025 വേണ്ടിയിട്ടുള്ള ഓസ്കാറും അവാർഡൊക്കെ വരുമ്പോൾ ഒരുപാട് അവാർഡുകൾ മേടിച്ചു കൂട്ടാൻ പോകുന്ന സിനിമകളാണിത്. സോ ഈ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇതിലെ 3ാമത്തെ സിനിമയാണ് 2025 ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് ഞാൻ പറയും. 1ാമത്തെ സിനിമ F1 സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ F1 റേസിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. ബ്രാഡ് പിറ്റ് ആണ് സിനിമയുടെ നായകനായിട്ട് വരുന്നത്. ഒരു ഫോർമർ റേസർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും റേസിംഗിലേക്ക് തിരിച്ചു വരുന്നു. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ അയാൾ എങ്ങനെ നേടിയെടുക്കും, അയാൾ വന്നതുകൊണ്ട് ആ പുതിയ അയാളുടെ ടീമിനും ബാക്കിയുള്ളവർക്കും എങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും എന്നൊക്കെയാണ് സിനിമ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, വളരെ മികച്ചൊരു ടെക്നിക്കൽ സൈഡും വളരെ മികച്ച പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് F1 റേസിംഗും കാറുകളും ഒക്കെ ക്രേസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ഈ സിനിമ ഐമാക്സിലേക്ക് കണ്ടവർ ഭാഗ്യം ചെയ്തിരുന്നു ഞാൻ പറയും. അത്ര ബ്രില്യൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഈ റേസിംഗിന്റെ വിഷ്വൽസ് നമ്മളിങ്ങനെ വളരെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തി നമ്മളിങ്ങനെ ആ സിനിമയിൽ ഇങ്ങനെ നമ്മൾ ആ ഒരു റേസിംഗ് നേരിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. 2ാമത്തെ സിനിമ സിന്നേഴ്സ്. മ്യൂസിക്കും മിത്തോളജിയും ആക്ഷനും ഒക്കെ വളരെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു മ്യൂസിക്കൽ സിനിമയാണ്, മ്യൂസിക്കിലൂടെ കഥ പറയുന്ന സിനിമയാണെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ആക്ഷൻ പടം എന്ന് വിചാരിക്കും. കുറെ കഴിയുമ്പോൾ ഇതൊരു ഫാന്റസി ആയിട്ട് മാറും. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരുപാട് ജോണേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സിനിമയുടെ കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങളും സെർച്ച് ചെയ്യേണ്ട. കാണാത്തവരാണെങ്കിൽ ഒരു ബ്ലാങ്ക് മൈൻഡിൽ ഈ സിനിമ കണ്ടോ, നിങ്ങൾക്ക് വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ തരാൻ പോകുന്നത്. അത്ര അടിപൊളിയായിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ചില സീനൊക്കെ ഉണ്ട്, അതിലിങ്ങനെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇവർ ശരിക്കും ജീവിക്കുകയാണെന്ന് വിചാരിച്ചു. അത്ര അടിപൊളിയായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. വളരെ നല്ല രീതിയിലാണ് ഇതിൽ ഫാന്റസിയും റിയൽ വേൾഡും ഒക്കെ മിക്സ് ചെയ്തേക്കുന്നത്. ആൻഡ് മ്യൂസിക്കും. ആൻഡ് 3ാമത്തെ സിനിമ പേഴ്സണലി എനിക്ക് 2025 കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് തോന്നിയ സിനിമയാണ് ദ ലോസ്റ്റ് ബസ്. ഈ സിനിമ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2018 കാലിഫോർണിയയിൽ ഉണ്ടായ ഒരു വൈൽഡ് ഫയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഈ വൈൽഡ് ഫയറിൽ കുടുങ്ങി പോകുന്ന ഒരു ബസ്, ഈ ബസ്സിന് ഒരു ഡ്രൈവർ ഉണ്ട്, അതിലൊരു 22 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ സേഫ് ചെയ്യാൻ നോക്കുന്ന ഈ ബസ് ഡ്രൈവറിന്റെ ശ്രമങ്ങളാണ് ഈ സിനിമ പറയുന്നത്. വളരെ ഇന്റൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ള സിനിമയാണ്. ഒരു സർവൈവൽ ത്രില്ലറാണ്. നമുക്കിങ്ങനെ ആ ഒരു ഫീലൊക്കെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമ OTT റിലീസായിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. ഇത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് സിനിമയുടെ ഓരോ മേഖലയും വന്നിട്ടുള്ളത്. ഒരു റിയൽ ഇൻസിഡന്റ് ആണെങ്കിൽ പോലും കാണിച്ചേക്കുന്നത് വളരെ സിനിമാറ്റിക് ആയിട്ടാണ്. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരുപാട് രോമാഞ്ചം തരുന്ന നിമിഷങ്ങളുണ്ട്. ആൻഡ് നടന്ന കാര്യമാണ് എന്നറിയുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. ആക്ച്വലി അവരെങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തു എന്നുള്ളത് ആലോചിച്ചിട്ട് അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ സിനിമ കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്.